മേഡം ആ OTP ഒന്ന് പറയാമോ? 0466. ഓക്കെ. മേഡം ഇന്ന് നല്ല റഷ് ഉണ്ട്. എടപ്പള്ളി വഴി ഡൈവേർട്ട് ചെയ്താൽ കുറച്ചുകൂടെ ട്രാഫിക് കംഫർട്ടബിൾ ആയി. Okay, let's go. ഓക്കെ മേഡം. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്താ മേഡം, ചോദിച്ചോളൂ. നിങ്ങൾ ആണുങ്ങൾ വിഷമം വരുമ്പോഴേ ആ. അത് മാറ്റാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? അത് മേഡം, സന്തോഷമായാലും ദുഃഖമായാലും ഞങ്ങൾ മദ്യം കഴിക്കും. അതോടുകൂടി ഞങ്ങളുടെ പ്രശ്നം അങ്ങ് തീരും. എന്നാ താൻ പറഞ്ഞ ഒരു കുപ്പി മദ്യം എനിക്കും വേണം. എത്രയും ദയവുള്ള മാതാവേ, എൻ്റെ റൂംമേറ്റ് ആയിട്ടുള്ള പീറ്റർ എനിക്കൊരു 2500 രൂപ തരാനുണ്ട്. എൻ്റെ മാതാവേ, ആ പീറ്റർ എങ്ങനെങ്കിലും ആ പൈസ ഒന്ന് തരണം. എൻ്റെ കർത്താവേ, ആകാശത്തിലെ പറവളെ നോക്കൂ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരെ ശേഖരിക്കുന്നുമില്ല. എൻ്റെ കർത്താവേ, ഞാൻ അവരെ ഫോളോ അപ്പ് ചെയ്യുന്നു. മാതാവേ, എല്ലാം പറഞ്ഞ പോലെ. മേഡം ഇതാ ആഹാ. മേഡത്തിന് സമാധാനവും സന്തോഷവും കിട്ടുന്ന ഏക മരുന്ന്. അപ്പൊ മേഡം ആ. എൻജോയ് ചെയ്യ്. ഏത് തെണ്ടെടുക്കും, മൂട് പിടിച്ചങ്ങ് വരും. അയ്യോ, വെള്ളം ജോസ്. അളിയ ജോസേ. എടാ പീറ്ററെ, എന്തോ എൻ്റെ പൈസയുടെ കാര്യം എന്തായി? നിനക്ക് ഞാൻ എത്ര രൂപയുടെ തരാനുള്ളേ? 2500. നിനക്ക് ഇന്ന് വൈകിട്ട് ഞാനൊരു 3000 രൂപ അങ്ങ് വരും. അത് മതിയോടാ? രാവിലെ പ്രാർത്ഥിച്ചതിന് ഫലം കിട്ടി. എൻ്റെ പൊന്ന് പീറ്ററെ, നീ മേടിച്ചോണ്ടല്ലോ, ആ 2500 രൂപ തന്നാൽ മതി, കൂടുതലൊന്നും വേണ്ട. നിനക്ക് ഇന്ന് വൈകിട്ട് ഞാനൊരു 3000 രൂപ അങ്ങ് വരും കേട്ടോടാ വെള്ളം ജോസേ. കിട്ടി. അത്ഭുതങ്ങൾക്ക് മാതാവേ, ആ പീറ്റർ 3000 രൂപ തരാൻ പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടിയ നാളത്തെ പള്ളിപ്പെരുന്നാളിന് 3000 രൂപ സംഭാവന ചെയ്യും. ജോസിന് പൈസക്ക് അത്ര അത്യാവശ്യമാവേണ്ട മാതാവേ. അങ്ങനെ ജോസിന്റെ കാര്യം ഓക്കെ, അതാവേ സെറ്റ് ആക്കണേ. ഡ്രൈയോ ആ സാധനം കൊന്ന് ഏയ്, ഇതിങ്ങനൊന്നും അല്ല എങ്ങനൊന്നുമല്ല. എന്റെ പൊന്നു മേഡം, ഇതിനൊക്കെ ഒരു ശാസ്ത്രീയ വശമുണ്ട്. അല്ലാതെ എനിക്കിതിനെ പറ്റിയൊന്നും അറിവില്ല മിസ്റ്റർ. ഓ വെറുതെ അല്ല. ആ, ആദ്യം ഒരു ഗ്ലാസ് എടുക്കുക, അതിലേക്ക് ഒരു 1.5 എണ്ണ ഒഴിക്കുക, എന്നിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് അതിലേക്ക് ഇടുക. ഇനി നല്ല തണുത്ത സോഡ എടുത്ത് പൊക്കി ഒഴിക്കുക, അതെടുത്തൊരു സിപ്പ് അടിക്കുക. അതാണ് മേഡം വെള്ളമടി. അല്ലാതെ മേഡം കാണിച്ച പോലെ മോന്തും അല്ല വേണ്ടത്. ഉം. 3000 അടി 3000 അടി. പൈസ ഗൂഗിൾ പേ ആണെന്ന് വിളിക്കുമായിരിക്കും സൂപ്പിക്കാൻ. എടാ ജോസേ, നിനക്ക് ഞാൻ എത്ര തരാനുള്ളത്? 3000. ശരിക്കും തരാനുള്ളത് എത്രയാ? അത് 2500. എടാ അളിയ, എനിക്ക് ഒരാഴ്ചത്തെ സമയം തന്നെ. ഒരാഴ്ച? ഒരു ചെറിയ പ്രശ്നം ഉണ്ടാ, പ്രതീക്ഷകളൊക്കെ ഒന്ന് പാളിപ്പോയി. എടാ റൈഡർ പീറ്ററെ, നീ തരാനുള്ള 2500 രൂപ എനിക്ക് ഇന്ന് തരണം. ഇല്ലെന്നിനെ ഞാൻ റൂമിൽ കേട്ടതില്ല. എടാ അത് മാതാവിനോട് ഞാൻ പറഞ്ഞേക്കുന്ന നിനക്കറിയാത്തോണ്ടാ.
എടാ മാതാവിന് പൈസ നീ കൊടുക്കുവോ? നിനക്കെന്തറിയാം? എന്റെ മാതാവ് ഇവനൊരു വിവരമില്ലാത്തവന് പറഞ്ഞാലേ അതെ മാതാവേ, ഞാൻ പിന്നെ ഈ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഒരു വാർത്ത കിട്ടും. അതായത് നാളെ ശക്തമായിട്ടുള്ള ഇടിമഴ ഉണ്ടാവും. നാളത്തെ പള്ളിപ്പെരുന്നാൾ നമുക്ക് ഒരാഴ്ചത്തിന് മാറ്റി വെച്ചാലും സംഭവം കളറാവും. അത് ഈ ജോസിൻ്റെ ഉറപ്പ്. ഏയ് മിസ്റ്റർ ഡ്രൈവർ, തന്റെ പേരെന്താണ്? അമ്മേ, റൈഡർ പീസ്. റൈഡർ പീറ്റർ. നല്ല വേസ്റ്റ് പേര്. എടോ, ആ വേണം. ആ ബാക്കി സാധനങ്ങൾ എടുത്തു തന്നെ. താൻ പറഞ്ഞ പോലെ ശാസ്ത്രീയമായിട്ട് ഞാനൊന്ന് അടിച്ചു നോക്കട്ടെ. എടുക്കടോ. മേഡം എന്താ മേഡം? താങ്ക് യു. ഓ വെൽക്കം. ഓ ഒന്നും വേണമെന്ന് പോലും ചോദിച്ചില്ല. ഓ എന്തൊരു വലിയത്. ഓ ഇതിൻ്റെ അടുത്ത് എന്തെങ്കിലും കിട്ടിയിട്ട് വേണം ആ ജോസിന് കൊടുക്കാൻ. എൻ്റെ പുണ്യാളോ. എവിടെ ആടോ റൈഡർ പീറ്ററേ? ഇനി എന്ത് പണ്ടാരാണോ പറയാൻ പോകുന്നത്? താനാ പറഞ്ഞ കറുമുറ അതെവിടെയാടാ റൈഡർ പീറ്ററേ? ഏത് നേരത്താണോ ഈ ഐഡിയ പറഞ്ഞു കൊടുക്കാൻ തോന്നിയ പുണ്യാളോ. സാധനവും പോയി, ടച്ചിങ്സും പോയി. നോക്കി നിൽക്കാതെ വണ്ടി എടുക്കണോ? ഒരു കാല് വെച്ച് രണ്ട് കാല് വെച്ച് റോഡടിച്ച്. പീറ്ററേ, ഗുഡ് നൈറ്റ്. ഡ്രീംസ്, ഐ മിസ് യു. വീടില്ല. ഓ ഇരുന്നു. എടോ പീറ്ററേ, ആ തൻ്റെ കയ്യില് താക്കോല് വല്ലതും ഇരിപ്പുണ്ടോ? പിന്നെ ഉണ്ടല്ലോ. എന്റെ താക്കോൽ എന്തിനാണോ? ഇന്നാ മേഡം താക്കോല്. ആ ഇത് മതി. നീ ഒരു പരിപാടി ഉണ്ട്. വീടിന്റെ വാതിലൊന്ന് തുറക്കണമെന്നേ. എന്തെന്നാ ആ താക്കോല് തന്നെ? ഈ കീ വണ്ടി ഓടിക്കാനുള്ളതാ, അല്ലാതെ ഡോറ് തുറക്കാനുള്ളതല്ല. ഏടോ ഞാൻ കീ എവിടെ വെച്ചെന്ന് മറന്നുപോയി. വെരി ഗുഡ്. എൻ്റെ കൂടെ റൂം ഷെയർ ചെയ്ത് താമസിക്കുന്ന എൻ്റെ ഫ്രണ്ടിനെ ഞാൻ വിളിച്ചു. എന്നിട്ട് അവളുടെ ഫോൺ സ്വിച്ച് ഓഫ്. ഓഹോ, എനിക്ക് വീട്ടിൽ കയറിയേ പറ്റുള്ളൂ. സൂക്ഷിച്ചു. കുഴപ്പമില്ല, ഞാൻ പൂസ. അതെനിക്കറിയാലോ. അപ്പൊ മേഡം മേഡം വീടുണ്ട്, വീടുണ്ട്, കീയില്ല. കീയില്ല. ഞാൻ കണ്ടുപിടിച്ചു തരാം. താപ്പി എടുക്കാം. വെയിറ്റ്. മേഡം രാവിലെ എത്ര മണിക്ക് എണീക്കുന്നു? ഒരു 7:30. ഓക്കെ. മേഡം പല്ല് വെച്ചോ? പല്ല് വെച്ച് കുളിച്ച് 9:30 ആയപ്പോ. 9:30 ആയപ്പോ. ഓക്കെ.
അയ്യോ താൻ പണിയാടോ വീട്ടിൽ കയറി വന്നിട്ട് കാണിക്കുന്നേ? അത് മേഡം, താക്കോല് മേഡത്തിന്റെ പോക്കറ്റിലുണ്ട്. ദേ ഇവിടെ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ പോക്കറ്റില് താക്കോലുണ്ടെന്ന്. അതെ കറക്റ്റാ കറക്റ്റാ കറക്റ്റ്. മേഡം മേഡം മേഡം, ബിട്ടാ അടുത്ത പ്രോഗ്രാം എന്താണ്? ഒന്നുമില്ലെങ്കിൽ ഞാനങ്ങ് പൊയ്ക്കോട്ടെ. My next program is suicide.